Good morning. നമ്മൾ ഇന്ന് ഗോസ് തിയറത്തിന്റെ അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാണ്. ഫീൽഡ് എ പോയിന്റ് ഡ്യൂ ടു എ കണ്ടക്ടിങ് സ്പിയർ. സ്പിയർ യൂണിഫോംലി ചാർജ്ഡ് സ്പിയർ ആണ്, കണ്ടക്ടിങ് സ്പിയർ ആണ്. ഇപ്പോൾ സ്പിയർ രണ്ട് ടൈപ്പ് ഉണ്ട്, കണ്ടക്ടിങ് ആൻഡ് നോൺ കണ്ടക്ടിങ്. കണ്ടക്ടിങ് സ്പിയർ മീൻസ് ഒരു മെറ്റാലിക് സ്പിയർ ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ്. ഒരു മെറ്റലിനെ എടുത്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ചാർജ്ഡ് സ്പിയറിന്റെ സർഫസിൽ ചാർജസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്യും. ഇത് സോളിഡ് ആയാലും ഹോളോ ആയാലും, സോളിഡ് സ്പിയർ ആയാലും ഹോളോ സ്പിയർ ആയാലും ചാർജ് എവിടെ പ്രസന്റ് ആവുമെന്ന് ചോദിച്ചാൽ അതിന്റെ സർഫസിൽ ഉണ്ടായിരിക്കും. അതാണ് കണ്ടക്ടിങ് സ്പിയർ. ഇതൊരു നോൺ കണ്ടക്ടിങ് ആയ ഒരു സ്പിയർ ആണെങ്കിൽ ത്രൂ ഔട്ട് വോളിയത്തിൽ നിങ്ങൾക്ക് ചാർജസ് ഉണ്ടാവും. ആ സ്പിയറിന്റെ ത്രൂ ഔട്ട് വോളിയത്തിൽ ഇത് നോക്ക്, അകത്തൊന്നും ചാർജസ് ഇല്ല. ചാർജ് എവിടെ കാണും? അതിന്റെ സർഫസിൽ മാത്രം കാണും, സ്കിന്നിൽ മാത്രം കാണും. അതാണ് അത്. അപ്പോൾ സോളിഡ് കണ്ടക്ടിങ് സ്പിയർ സോളിഡ് എന്ന് പറഞ്ഞാലും ഹോളോ എന്ന് പറഞ്ഞാലും സംശയമൊന്നും വേണ്ട, അകത്ത് എന്ത് ഉണ്ടാവത്തില്ല, ചാർജസ് ഇല്ല. ചാർജസ് എല്ലാം അവിടെ കാണും, സ്പിയറിന്റെ സർഫസിൽ കാണും. പക്ഷേ ഒരു നോൺ കണ്ടക്ടിങ് സ്പിയറിന്റെ പ്രത്യേകത, അത് സോളിഡ് സ്പിയർ ആണെങ്കിൽ ത്രൂ ഔട്ട് വോളിയത്തിൽ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർജസ് പ്രസന്റ് ആവും. എന്ന് പറഞ്ഞാൽ ഇത് സർഫസിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നോൺ കണ്ടക്ടിങ് സ്പിയർ ആണെങ്കിൽ അതൊരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏത് ടൈപ്പ് നോക്കിയാൽ മാത്രം മതി. അപ്പൊ ഇതൊരു സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്, ഇതൊരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്. എക്സാമ്പിൾ, ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ത്രൂ ഔട്ട് വോളിയത്തിൽ എന്തുണ്ടാവും, ചാർജസ് ഉണ്ടാവും. അതൊരു നോൺ കണ്ടക്ടിങ് സ്പിയർ പോലെ ആക്ട് ചെയ്യും. അപ്പൊ എന്താ, ഈ ഫിഗറിലേക്ക് വരാം. ഫിഗറിൽ ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടിങ് സ്പിയർ ആണ്, യൂണിഫോംലി ചാർജ്ഡ് കണ്ടക്ടിങ് സ്പിയർ ആണ്. സിഗ്മയാണ് അതിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ Q/A എന്ന് മാർക്ക് ചെയ്യാം, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ക്യാപിറ്റൽ റേഡിയസ് ഉള്ള കണ്ടക്ടിങ് സ്പിയർ, അതിലേക്ക് ഞാൻ ക്യാപിറ്റൽ Q ചാർജസിനെ കൊടുത്തിരിക്കുക. Then we consider a point here, P point, at a distance R from the center of the conducting sphere. We have to find out the electric field intensity at that point by applying Gauss law. So Gauss law apply ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് നമ്പർ 1 അതിന്റെ പ്രൊസീജിയർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റെപ്പ് നമ്പർ 1, കൺസ്ട്രക്ട് എ suitable Gaussian surface. ഇതൊരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ആദ്യമേ ആ സിമെട്രി എന്നൊരു ഡിസ്കഷനിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇതൊരു സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവൻ ഓഫർ ചെയ്യുന്നതും ഒരു സ്പെറിക്കൽ സിമെട്രി ആണ്. അപ്പൊ നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്തായിരിക്കണമെന്ന് വെക്കുകയാണെങ്കിൽ അതെന്തായിരിക്കണം, ഒരു സ്പെറിക്കൽ വൺ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യാണ്. So by taking smaller as radius, here we construct a Gaussian surface. It is a closed surface. അപ്പോൾ ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. റീസൺ, സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫേഴ്സ് എ സ്പെറിക്കൽ സിമെട്രി. Step number 1 is okay. And step number 2, work out the relationship between E vector and ds vector at various points on this Gaussian sphere. ഇപ്പോൾ ഗോഷ്യൻ സ്പിയറിലെ വ്യത്യസ്ത പോയിന്റുകളിൽ ഈ വെക്ടറും ഡി എസ് വെക്ടറും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സേ വി കൺസ്ട്രക്ട് എ സ്മോൾ ഏരിയ ഹിയർ. We construct a area ds here and then we draw its area vector. It is outward drawn നോർമൽ. അപ്പൊ ഡി എസിനെ വരച്ചു വെച്ചേ. ഇനി ഇവിടെ ഒരു പ്ലസ് ചാർജ് വെച്ചാൽ ഈ ചാർജുകൾ അവനെ എന്ത് ചെയ്യും, റിപ്പിൽ ചെയ്യും. അപ്പൊ ചാർജുകൾ റിപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണ്, ഈ പോയിന്റിൽ ഇത്രയും അടുത്ത ചാർജുകൾ ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ഫീൽഡിനെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവേണ്ടി വരും. ഇതിനെല്ലാം പല കമ്പോണന്റ് ആക്കി മാറ്റാം, റെക്ടാങ്കുലർ കമ്പോണന്റ്സ്. അപ്പൊ വെർട്ടിക്കൽ കമ്പോണന്റ് എല്ലാം എന്താ, ഈ കമ്പോണന്റ് വെർട്ടിക്കൽ കമ്പോണന്റ് ക്യാൻസൽ ആവും. പിന്നെ എന്ത് മാത്രം, ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഡി എസിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ. സോ ഹിയർ E dot ds become E vector parallel ds vector. So what is E dot ds? Your answer is E dot ds become EDS cos 0 and your answer is EDS. Okay. Then we consider another area here. ds area
The outward normal is the area vector. At that point also is outward. So at any point, you can construct a large number of such elemental areas, and it is found that at any point on this Gaussian sphere we constructed, E and ds are parallel, so E dot ds become EDS. Then we substitute that condition in Gauss's theorem. We have E dot ds is 1 by epsilon 0 times Q net. What is Q net? It is a net charge enclosed. So E dot ds at any point become EDS. So integral EDS is 1 by epsilon 0 times the net charge enclosed. ഈ നോക്ക് r ഡിസ്റ്റൻസ് ഒക്കെ ഏത് പോയിന്റ് എടുത്താലും ഈക്ക് സിംഗിൾ വാല്യൂ ആണ്. അപ്പോൾ E is a constant. And integral ds in integrate ചെയ്താൽ you will get the total surface area of the Gaussian surface. Here Gaussian surface is a sphere, so you will get the total surface area of the sphere, and that is 4 pi r squared, that is 1 by epsilon naught times q. So your final answer is 1 by 4 pi epsilon naught q by r squared. In vector form it is r cap, okay? So the direction of E is outward because this charge distribution is positive. That is the reason. So we can find out the field at a point outside. This is a point outside that charge distribution. And interestingly, its value is 1 by 4 pi epsilon naught q by r square. എവിടെയോ കണ്ടതുപോലെ എവിടെയാ ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്? ധനുഷ്, എവിടെയാണ് ഇങ്ങനെ ഒരു റിലേഷൻ? ഈസ് 1 by 4 pi epsilon naught q by r square. ദാറ്റ്സ് ഓൾ. പോയിന്റ് ചാർജ് ചെയ്യുന്ന r ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയെന്ന് ചോദിച്ചാൽ ഉടൻ നിങ്ങൾ മറുപടി പറയും ദാറ്റ് ഈസ് k times q by r square. k യുടെ വാല്യൂ ആണ് 1 by 4 pi epsilon naught. That means now the spherical charge distribution act like a point charge. A spherical charge distribution behaves like a point charge. അത് നോട്ട് ചെയ്തോളണം, എഴുതിക്കൂടാ കൂടെ. A spherical charge distribution behaves like a point charge. So there is a field at a point outside the Gaussian surface. Then we consider a point on its surface. On the surface of the Gaussian sphere. P എടുത്ത് ഞാൻ ഈ ഗോഷ്യൻ സർഫസിൽ കൊണ്ടുവന്ന് വെച്ചു. സോ സ്മോൾ ആർ ബിക്കം ക്യാപിറ്റൽ ആർ, where capital R is the radius of the Gaussian sphere. So E on the surface is E equals ഇവിടെ ഈ Q net എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സ്പിയർ ആണ്. ഈ ഗോഷ്യൻ സ്പിയർ ഈ കണ്ടക്ടിങ് സ്പിയറിലെ ടോട്ടൽ ചാർജിനെ എൻക്ലോസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മാൾ ക്യൂവിന് പോലെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ ക്യൂ ആണ്, അപ്പോൾ ക്യാപിറ്റൽ ക്യൂ എന്ന് കൊടുക്കുക, അത്ര തന്നെ. അല്ല സ്മാൾ ക്യൂ ആണ് എൻക്ലോസ് ചെയ്യുന്നതെങ്കിൽ സ്മാൾ ക്യൂ എന്ന് കൊടുക്കുക, അത്രയാണ്. അപ്പോൾ ഈ ഓൺ ദി സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റിനെ എടുത്ത് ഇവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ ആറിന്റെ വാല്യൂ എന്തായി മാറി? ക്യാപിറ്റൽ ആർ ആയി മാറി. സോ ദ ഇക്വേഷൻ ഈസ് 1 by 4 pi epsilon naught capital Q by capital R square vector format. Now that is on the surface. Now E inside. Like this point is inside the conducting sphere. അപ്പോൾ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഗോസസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കൺസ്ട്രക്ട് എ ഗോഷ്യൻ സർഫസ്. അപ്പോൾ ഞാൻ ഈ പോയിന്റ് പി എ വെച്ചിട്ട് ഇപ്പോൾ ആറിന്റെ വാല്യൂ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആകുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത ഔട്ട്സൈഡ് ആണ്. ക്യാപിറ്റൽ സ്മോൾ ആറിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ആർ ആണ്. അത് ആർ ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആയപ്പോൾ ഓൺ ദി സർഫസ് ആയി. ഇൻസൈഡിലേക്ക് വന്നാൽ സ്മോൾ ആറിന്റെ വാല്യൂ ലെസ് ദാൻ ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ ഈ പുതിയ റേഡിയസിനെ വെച്ചിട്ട് ഡിസ്റ്റൻസിനെ വെച്ചിട്ട് റേഡിയസ് ആക്കി എടുത്തുകൊണ്ട് നമ്മളൊരു ഗോഷ്യൻ സ്പിയർ കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് ഗോസസ് തിയറം പറഞ്ഞു നോക്കി. സർഫസ് ഇന്റഗ്രൽ E dot ds is 1 by epsilon 0 times net charge enclosed by the Gaussian surface ആണ്. Here the net charge enclosed by the Gaussian sphere that we constructed inside the conducting sphere is. ഈ കണ്ടക്ടിങ് സ്പിയറിനകത്ത് ഞാനൊരു ഗോഷ്യൻ സർഫസിനെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. ദാറ്റ് മീൻസ് E dot ds become
0. That means the E inside is tends to 0. E dot ds ആണ് 0 ആവുന്നത്. ds ഒരിക്കലും 0 ആവാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ E 0 ആയി മതി. അപ്പോൾ E inside is 0. So inside the field is 0. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ നിങ്ങൾ y ആക്സിസിൽ എടുക്കുന്നു. ഡിസ്റ്റൻസ് from the center is taken along the x axis. ഈ ഡിസ്റ്റൻസിനെ ഞാൻ മാർക്ക് ചെയ്യാണ്. ദിസ് ഈസ് ക്യാപിറ്റൽ ആർ. ഇതുപോലെ ക്യാപിറ്റൽ ആർ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ആണ്. ഇൻസൈഡിൽ ഇത് എത്രയാണ്? 0 ആണ്. സർഫസിൽ ഇതിന്റെ വാല്യൂ ഞാൻ ഇവിടെ മാർക്ക് ചെയ്താൽ സർഫസിന് പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയറിലായി ഡിപ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ കിട്ടും അല്ലേ? ഗ്രാഫ് ആൻഡ് ദിസ് ഈസ് എ പോയിന്റ് ഓൺ ദി സർഫസ്. അപ്പോൾ അകത്ത് എന്തായിരിക്കും? ഇവിടുത്തെ ഫീൽഡ് എന്താണ്? 0 ആണ്. ഇവിടെ ഫീൽഡ് എവിടെ എത്തി? സർഫസിലെത്തി. സർഫസിലെ ഫീൽഡിന്റെ വാല്യൂ മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ ദിസ് ഈസ് എ ഫീൽഡ് ഓൺ ദി സർഫസ്. സർഫസിൽ മാക്സിമം ആണ്. സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഇൻവേഴ്സ് സ്ക്വയറിലായി ഒബേ ചെയ്യും എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യും. Is that clear? So ഇതാണ് നമ്മുടെ ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കണ്ടക്ടിങ് സ്പിയർ. നിങ്ങൾക്ക് നോൺ കണ്ടക്ടിങ് സ്പിയർ ആക്ച്വലി നിങ്ങളുടെ സിലബസിൽ ഇല്ല. പക്ഷെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ലോജിക്കലായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫീൽഡ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് ഈസ് എ നോൺ കണ്ടക്ടിങ് സ്പിയർ ഡെഫിനറ്റ്ലി ഗോഷ്യൻ സർഫസ് നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആൾറെഡി പറഞ്ഞു ത്രൂ ഔട്ട് സർഫസിൽ എന്തുണ്ട്? ചാർജസ് പ്രസന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യത്തില്ല? വാനിഷ് ചെയ്യത്തില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫീൽഡ് നോൺ കണ്ടക്ടിങ് സ്പിയറിലാണെങ്കിലും ചാർജ് എന്താണ്? പ്രസന്റ് ആണ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഗോസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും കംപ്ലീറ്റ് ആണ്. നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾ നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പേജ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സെൻഡ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം സെക്ഷനിലേക്ക് എൻട്രി ചെയ്യും. ഓക്കെ.